ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് മദർ ബോർഡ് അസംബ്ലിംഗ് ആണ്. മദർ ബോർഡിൽ എങ്ങനെയാണ് പ്രൊസസ്സർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, റാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഫാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഇത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോ കാണാം. അത് സംസാരിച്ചിട്ടുണ്ട്. ബൈ എന്ന് സ്റ്റാർട്ട്. ഓക്കെ, ജസ്റ്റ് ഗോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ മദർ ബോർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ബോർഡ് വേണം. ഏത് ബോർഡായാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് പവറെക്സിൻ്റെ PMB H61 NVMe സപ്പോർട്ടഡ് ആയ ബോർഡാണ്. ഓക്കെ, പിന്നെ ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന പ്രൊസസ്സർ വരുന്നത് i3 തേർഡ് ആണ്. കാണാലോ, i3 തേർഡ് ജനറേഷൻ പ്രൊസസ്സറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ റാം വരുന്നത് DDR3യുടെ EVMൻ്റെ തന്നെ 4GB റാമാണ്. അതേപോലെ EVMൻ്റെ 128 SSDയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇൻ്റലിൻ്റെ ഫാനാണ്. ഇതിന് ഈ ബോഡി സപ്പോർട്ട് ചെയ്യുന്ന ഫാൻ LGA 1200 ആണ്. അപ്പം ഫാന് പിന്നെ SMBS വരുന്നത് സെബ്രോണിക്സിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. സെബ്രോണിക്സിൻ്റെ SMBS ആണ്. ഓക്കെ, അപ്പം നമുക്ക് അസംബ്ലിയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ജസ്റ്റ് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഓരോന്ന് എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ബോർഡ്. ഓക്കെ, പിന്നെ നമ്മൾ പ്രൊസസ്സർ ഇടുന്ന അവിടെ ഒരു കവറുണ്ട്. അത് അയക്കുന്നത് ഇങ്ങനെയാണ്. ഈ ലോക്ക് പ്രസ് ചെയ്ത് പുറകിലോട്ടാക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ പിടിച്ച് പയ്യെ പൊക്കുക. ഓക്കെ, പിന്നുകൾക്ക് ഡാമേജ് വരാൻ നോക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊസസ്സർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ രണ്ട് സൈഡിലെ ലോക്ക് ഇതുണ്ടോ, ഒരു ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് ബോർഡിലും അതേപോലത്തെ ഗ്യാപ്പുണ്ട്. ഉണ്ട് ഈ രണ്ട് ഗ്യാപ്പ് അതിൽ കൃത്യമായിട്ട് വരുന്ന രീതിയിൽ കൊണ്ടുവന്നിങ്ങനെ അതിനോട് ചേർത്തിങ്ങനെ വെച്ചിട്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ പ്രൊസസ്സറാക്കി. പിന്നെ ലോക്ക് ഇടുന്ന ഇട്ടിട്ട് ഇങ്ങനെ ഇടാം. പലതിലും പല ലോക്കായിരിക്കും. ഞാൻ എടുത്തിരിക്കുന്ന ബോർഡിൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊസസ്സർ വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഫാൻ വയ്ക്കണം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഫാൻ ഇൻ്റലിൻ്റെ. ഫാൻ വയ്ക്കുന്നതിന് മുമ്പ് ഇതാണ് ഹീറ്റ് സിങ്ക്. പ്രൊസസ്സർ ഓവർ ഹീറ്റ് ആവാതെ അതിനെ തണുപ്പിച്ച് വയ്ക്കുന്ന സംഭവമാണ് ഇത്. ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പേസ്റ്റാണിത്. ഓക്കെ, നമ്മളിത് ഇടുന്നത് ആദ്യം ഓവറായിട്ട് ആക്കാൻ പാടില്ല. ജസ്റ്റ് പ്രൊസസ്സറിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്ര മതി. എന്നിട്ട് ഫാൻ നമ്മൾ വയ്ക്കണം. ഫാൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കണക്ടറില്ലേ, അപ്പോൾ അത് ബോർഡിൻ്റെ ഏത് സൈഡിലാണോ വരുന്നത്, ഈ ബോർഡിൽ നമ്മുടെ ബോർഡിൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഈ കേബിൾ വരുന്ന രീതിയിൽ വേണം ബോർഡ് വയ്ക്കാം. ഓക്കെ, ഓക്കെ, നമ്മൾ ഇവിടെ പ്രസ് ചെയ്യണം. എന്നിട്ട് ഈ ബോർഡിൻ്റെ ഫാനിൻ്റെ ഒരു ഇതും ഹോളി ഇറങ്ങിയെന്ന് നമ്മൾ ഉറപ്പാക്കണം. ഓക്കെ, ഇവിടെ ഒരു കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് ലോക്ക് അഴിക്കുക. ഓക്കെ, തിരിച്ചിട്ട് പൊക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് തിരിക്കണം, റൈറ്റിലോട്ട് തിരിക്കണം. പ്രസ് ചെയ്യുക, റൈറ്റിലോട്ട് തിരിക്കുക. അതേപോലെ എല്ലാ സൈഡും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ലോക്ക് പ്രസ് ചെയ്യുക, തിരിക്കുക. ഓക്കെ, പ്രസ് ചെയ്യുക, തിരിക്കുക. ഓക്കെ അല്ലോ, ഇത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫാൻ സെറ്റ് ചെയ്യണം. ഫാനിൻ്റെ കേബിൾ എടുത്തിട്ട്, ഓക്കെ, ഇതാണ് കേബിൾ വരുന്നത്. കേബിളിൻ്റെ അകത്തോട്ട് ഓക്കെ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യണം. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഈ റാം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. റാം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, റാമിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ് വേണ്ട. ഇതേപോലെ സംഭവം ബോർഡിലുണ്ട്. ഇത് വേണ്ട, ഈ രണ്ട് സ്ലോട്ട്, ഇതാണ് റാമിൻ്റെ രണ്ട് സ്ലോട്ട്. ഇതിൻ്റെ രണ്ട് സ്ലോട്ട് റാം ഇടാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു റാം തൽക്കാലം ഇടുന്നുള്ളൂ.
ഈ ഒരു സ്ലോട്ടിൽ ആ ഗ്യാപ്പും ഇതും കൂടി സെറ്റായി വരുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. ആദ്യം ലോക്ക് അഴിക്കുക. ഓക്കെ, ഈ രണ്ട് സൈഡും ശ്രദ്ധിക്കണം, അതിൻ്റെ കൂടെ സെൻറ്ററിലെ ലോക്കും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ പ്രസ് ചെയ്യുക, ഇവിടെയും പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇരുന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബോർഡിൽ നമ്മൾ പ്രൊസസ്സർ വെച്ചു, CPU ഫാൻ വെച്ചു, റാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് SMPS. അപ്പോൾ SMPSൻ്റെ അകത്ത് ബോർഡിലേക്ക് വരുന്ന മെയിൻ 2 പവർ കേബിളുകളാണ്. ഒന്ന് 24 വോൾട്ട് പവർ കേബിൾ, 2 12 വോൾട്ട് പവർ കേബിൾ. ഓക്കെ, ഇതാണ് ബോർഡിലേക്ക് വരുന്ന മെയിൻ പവർ സപ്ലൈ. ബോർഡിൽ ഒരു 24 പിന്ന് വരുന്ന ഒരു പോർട്ട് ഉണ്ടാവും, സ്ലോട്ട്. ഇതാണ് ആ സ്ലോട്ട്. അപ്പോൾ ഇതിലോട്ട് വയ്ക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലോക്കും ഈ സ്ലോട്ടിൻ്റെ സൈഡിൽ ലോക്ക് ഉണ്ടാവും, അതും കൃത്യമായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. അടുത്തത് 4 പിന്ന് വരുന്ന 12 വോൾട്ട് പവർ കണക്ടർ. ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊസസ്സറിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ആയിട്ട് ഒരു 4 പിന്ന് വരുന്ന ഒരു സ്ലോട്ടുണ്ട്. അപ്പോൾ അതിലും ഈ ലോക്ക് വരുന്ന രീതിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. SMPS നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് SSD ആണ്. SSD എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനായിട്ട് നമുക്കൊരു സാറ്റ കേബിൾ എന്ന് പറയുന്നൊരു കേബിൾ വേണം. ഇതാണ് SSDക്കകത്ത് നിന്ന് ഡാറ്റയെ ബോർഡിലേക്ക് എത്തിക്കുന്ന ഒരു സാറ്റ കേബിൾ. ഓക്കെ, ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു ഇങ്ങനത്തെ പോർട്ട് ഉണ്ടാവും. ഈ പോർട്ട് ഇതാണ് സാറ്റ പോർട്ട്. ഈ പോർട്ടിലോട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു V വരുന്നുണ്ട്, ഒരു L പോലത്തെ ഷേപ്പ്. അത് ഈ പോർട്ടിനകത്തൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് പ്രസ് ചെയ്യുക. ഓക്കെ, അല്ലാത്ത വശം വെച്ച് അത് ഇരിക്കില്ല, സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിരുന്നു. ഓക്കെ, ഇനിയുള്ളത് SSDയിൽ നമ്മൾ അതേപോലെ ഒരു ഷേപ്പ് SSDയിലുണ്ട്, Lൻ്റെ ഒരു ഷേപ്പ്. അതും ഇതിൽ ഗ്യാപ്പും കൃത്യമായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കയറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ സാറ്റയ്ക്ക് പവർ തരാൻ വേണ്ടി SMPS എന്ന് വരുന്ന വേറൊരു ഇതാണ് സാറ്റ പവർ എന്ന് പറയുന്ന കേബിൾ. ഓക്കെ, ഇതിലും അതീ പറഞ്ഞ പോലെ ഒരു L ഷേപ്പ് വരുന്നുണ്ട്. അതും ഇതിൽ വരുന്ന ഗ്യാപ്പും കൂടി കൃത്യമായിട്ട് വരുന്ന രീതിയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മുടെ മദർ ബോർഡ് ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ SMPSലേക്ക് പവർ കൊടുക്കുന്നു. മദർ ബോർഡിലേക്ക് ഔട്ട് കിട്ടുന്നത് കാണാൻ വേണ്ടി നമ്മൾ VJ കേബിൾ കണക്ട് ചെയ്യുന്നു. ഒരു മോട്ടർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ബോർഡ് ഒന്ന് ഷോർട്ട് ചെയ്യുവാണ്. ഓക്കെ, ഫാൻ കറങ്ങുന്നുണ്ട്, ഔട്ട് വരുന്നുണ്ട്, നോക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ സക്സസ് ആണെന്നാണ് ഇതിനർത്ഥം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോയുടെ വരുന്നതുവരെ ബൈ.